വിജിൻ, എന്താണ് നിയമസഭയുടെ ആ പരിസരത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു 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 പൊതുചിത്രം? ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളുമായെല്ലാം പ്രതിപക്ഷത്തുള്ള MLA-മാരെല്ലാം സംസാരിക്കുമ്പോൾ അവരൊക്കെ കാണുന്ന അവരുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുവന്ന വിഷയങ്ങളെല്ലാം തന്നെ ഒന്നിന് പിന്നാലെ ഒന്നായി ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഈ VD സതീശൻ്റെ യാത്രയായാലും ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ടായാലും എവിടെയും തന്നെ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നില്ല. അവരൊരു പ്രതീക്ഷ എന്തെന്നാൽ ഈ ബജറ്റിൽ ജനങ്ങൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു നടപടികളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയം ഉയർത്തിക്കാണിച്ച് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാം. അതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. എന്താണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന സൂചന? രാജേന്ദ്രൻ, എന്തായാലും ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ 4ാം സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ അവസാനത്തെ കൂടി സമ്പൂർണ്ണ ബജറ്റായും ഈ സർക്കാരിൻ്റെ കാലത്തെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് നേരത്തെ ഷീജിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ കേന്ദ്ര സർക്കാരിൽ നേരുന്ന കടുത്ത സാമ്പത്തിക അവഗണന ഒരു ഭാഗത്തുണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് തനത് വരുമാനം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ളൊരു നീക്കത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ കടക്കുക, ധനമന്ത്രി കടക്കുക എന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷനാണ്. അത് സർക്കാർ ഒരു മുടക്കവുമില്ലാതെ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിലൊക്കെ പ്രഖ്യാപനമായിരുന്നു കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർത്തുകൊണ്ട് മുമ്പോട്ട് പോകും എന്നുള്ള ഒരു പ്രഖ്യാപനം. അത് സർക്കാർ അന്ന് പ്രഖ്യാപിച്ചതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ജീവനക്കാരുടെ DA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ സമരമൊക്കെ നടത്തി. അന്നൊക്കെ സർക്കാർ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണ്, പ്രത്യേക പ്രസ്താവനയിലൂടെ ഒക്കെ ഉറപ്പ് നൽകിയതാണ് ഈ അത് കൊടുത്തു തീർക്കും എന്നുള്ള കാര്യം. അതിൻ്റെ ആദ്യ പല ഗഡുക്കളും ഇപ്പോൾ കൊടുത്തു തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഈ വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ സംസ്ഥാനം തനത് വരുമാനം കണ്ടെത്തി സാധാരണക്കാരൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ കിഫ്ബി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള മുമ്പോട്ട് പോക്കുകൂടി വലിയ തരത്തിൽ ഈ പ്രതിപക്ഷവും നിരീക്ഷിക്കുന്നുണ്ട്. കാരണം രാജേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിൽ പോലും വലിയ വികസനങ്ങൾ ഒക്കെ നടക്കുന്നത് നിലവിൽ കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതികൾ ആണ് അതൊക്കെ. ഈ സർക്കാർ രണ്ട് സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ അതിൻ്റെ നടപടികൾ ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോയത് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. അതിൽ വിമർശനം ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷം ഒരു കാര്യത്തിൽ ഈ കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നിരയിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പല അഴിമതി ആരോപണങ്ങളും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ശ്രമം നടത്തുന്നതിനിടയിലും പ്രതിപക്ഷത്ത് തന്നെ വലിയ തരത്തിലുള്ള ഒരു വിള്ളൽ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് നിയമസഭയിലും അതുപോലെ തന്നെ നിയമസഭ പുറത്തും പ്രകടമാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു ഭാഗത്ത് പല ആരോപണങ്ങളും ഉന്നയിക്കുകയും അതിന് ആവശ്യമായ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടാകാത്ത സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ മറ്റൊരു വിഭാഗമായി ചേർന്ന് ആരാണ് കേമൻ എന്നുള്ള ഒരു നോട്ടമൊക്കെ നടത്തി അതിനുള്ള പലതരത്തിലുള്ള ഇടപെടലും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിലെ വിവാദങ്ങൾക്ക് അപ്പുറം സാധാരണക്കാരന് മുമ്പോട്ട് പോകാനുള്ള തനത് വരുമാനം കണ്ടെത്തി സർക്കാരിന് മുന്നോട്ട് പോകാനുണ്ട്. അതിൽ ഈ GSTക്ക് പുറമെയുള്ള ചില നികുതി പിരിവുകൾ അത് ഒരുപക്ഷെ വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന ചില നികുതികളിൽ ഉൾപ്പെടെ മാറ്റം വരുത്താൻ ഒരുപക്ഷെ തയ്യാറാകും എന്നുള്ളതാണ്. കാരണം സംസ്ഥാനത്തിന് അതിൻ്റേതായ വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ പോകുന്നതിലും കൂടുതൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ വിഹിതം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ചില നികുതി ഘടനയിലെ ചില സംസ്ഥാനത്തിന് തനതായി തീരുമാനിക്കാൻ കഴിയുന്ന നികുതി ഘടനയിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ബജറ്റ് ജനപ്രിയ ബജറ്റാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് സൂചനകൾ നിലവിൽ KN ബാലഗോപാൽ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളുണ്ട്. അതിൽ ഒക്കെ ഏത് തരത്തിൽ കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഫണ്ട് ഉൾപ്പെടെ തിരിച്ചടയ്ക്കുന്നത് പലിശ ഉൾപ്പെടെ നൽകിയായിരിക്കണം എന്നുള്ള കടുത്ത നിഷ്കർഷ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലും ഏത് തരത്തിൽ ഈ വിഴിഞ്ഞം ഒക്കെ നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള സാധ്യതകളാണ് നിലവിൽ ഈ ധനമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും നോട്ടമിട്ടിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിൽ സർക്കാർ ഈ ബജറ്റിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും മറ്റ് പ്രവർത്തനങ്ങൾ ഒക്കെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ ഒരുപക്ഷെ ഈ ടൂറിസം മേഖലയെ മാറ്റാനുള്ള നീക്കം ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൂടെ വരുമാനം കൂടുതലായി കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തും. ഞാൻ നേരത്തെ
സൂചിപ്പിച്ചതുപോലെ മറ്റൊന്ന് ഈ തനത് വരുമാനം വർദ്ധിപ്പിക്കുക, തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ ഈ ബജറ്റ് മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഭൂനികുതിയിൽ ഉൾപ്പെടെയുള്ള കാലങ്ങളായി വർദ്ധിപ്പിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. അതിൽ ചില വിഷയങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിരുന്നെങ്കിലും ഏത് തരത്തിൽ അത് ഈ ബജറ്റോട് കൂടി ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും, കൂടുതൽ വരുമാനം അത്തരം വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു ആലോചനയായിരിക്കും ഒരുപക്ഷെ ബജറ്റ് നടത്തുക എന്നുള്ളതാണ് വ്യക്തമാണ്.